DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മാലിന്യ സംസ്കരണ മേഖലയിൽ ഒരു പുതിയ മാറ്റത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വീടുകളിലും സ്ഥാപനങ്ങളിലും ഇനി മുതൽ മാലിന്യങ്ങൾ 4ആയി കൃത്യമായി തരംതിരിച്ചില്ലെങ്കിൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന അതീവ ഗൗരവമേറിയ പ്രഖ്യാപനമാണ് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഓരോ വീടും സ്ഥാപനവും ഈ നിമിഷം മുതൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അതീവ കർശനമായ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളുടെയും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ചുള്ള അടിയന്തരവും കർശനവുമായ നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞു. നിയമലംഘകർക്ക് യാതൊരുവിധ ഇളവുകളും അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ അധികൃതർ നൽകുന്നത്. ഈ വൻ പരിഷ്കാരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നല്ല 4 വർത്തമാനം എന്ന പേരിൽ അതിശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനമായ ഇന്നു മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ബൃഹത് ക്യാമ്പയിന് സംസ്ഥാനത്തുടനീളം തുടക്കമാകും. വരും തലമുറയുടെ നിലനിൽപ്പിനായുള്ള ഈ മഹായജ്ഞത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകേണ്ടതുണ്ട്. ഇതുവരെ ജൈവ, അജൈവ, സാനിറ്ററി എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി മാത്രമായിരുന്നു നാം മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ തടി, ചിരട്ട, ഭീതിയുണർത്തുന്ന വേസ്റ്റ്, ബയോമെഡിക്കൽ അവശിഷ്ടങ്ങൾ, മാരകമായ രാസവസ്തുക്കൾ എന്നിവയടങ്ങുന്ന അതീവ അപകടകരമായ വസ്തുക്കളെ 4ആം വിഭാഗമായി തിരിച്ച് പ്രത്യേകം സംസ്കരിക്കേണ്ടത് ഇനി മുതൽ ഓരോ പൗരന്റെയും നിർബന്ധിത കടമയാണ്. പൊതുപരിപാടികൾ നടത്തുന്നവർക്കായി ഇനിയുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാണ്. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഏതൊരു ചെറിയ ചടങ്ങ് സംഘടിപ്പിക്കണമെങ്കിലും പരിപാടി നടക്കുന്നതിന് കുറഞ്ഞത് 3 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപെങ്കിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളെ രേഖാമൂലം അറിയിച്ച് അനുമതി വാങ്ങിയിരിക്കണം. നിയമം ലംഘിച്ച് കൂട്ടം കൂടുകയോ മാലിന്യം തള്ളുകയോ ചെയ്താൽ കടുത്ത പിഴയടക്കമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. വലിയ കെട്ടിടങ്ങൾക്കും വ്യവസായങ്ങൾക്കും മേൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിരീക്ഷണ കണ്ണുകൾ ഇനി എപ്പോഴും ഉണ്ടായിരിക്കും. 20,000 ചതുരശ്ര മീറ്ററോ അതിൽ കൂടുതലോ തറ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, പ്രതിദിനം 40,000 ലിറ്ററിലധികം വെള്ളം ഉപയോഗിക്കുന്നവർ, ദിവസേന 100 കിലോഗ്രാമിൽ കൂടുതൽ ഖരമാലിന്യം പുറന്തള്ളുന്നവർ എന്നിവർ കേന്ദ്ര പോർട്ടലിൽ അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണം. ഇവർ അത്യാധുനികവും അംഗീകൃതവുമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാത്രമേ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കണം. പുതുതായി തുടങ്ങുന്ന എല്ലാ വൻകിട സ്ഥാപനങ്ങളിലും ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവ് കച്ചവടം നടത്തുന്നവർക്കും ഇനി കടുത്ത നിയന്ത്രണങ്ങളാണ് വരുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, കപ്പുകൾ, ക്യാനുകൾ, കവറുകൾ, ചിരട്ടകൾ, പച്ചക്കറിപ്പഴ അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം അതാത് സമയം ശേഖരിക്കാൻ അനുയോജ്യമായ കണ്ടെയ്നറുകൾ കച്ചവട സ്ഥലത്ത് നിർബന്ധമായും കരുതിയിരിക്കണം. പരസ്പരം അല്പം പോലും മലിനമാക്കില്ലെന്ന ഈ പ്രതിജ്ഞ ലംഘിക്കുന്ന കച്ചവടക്കാർക്കെതിരെ കർശനമായ ലൈസൻസ് റദ്ദാക്കൽ നടപടികളിലേക്ക് അധികൃതർ കടക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.